ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ മക്കൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ഇക്ക നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വന്നു കഴിഞ്ഞ് ഉടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അങ്ങനെ ഹാസിമിനും തുടങ്ങി, പിന്നെ അത് എനിക്കായി, പിന്നെ ഹാറൂനായി. ഹംദ മാത്രമാണ് അതിൽ നിന്ന് എസ്കേപ്പ് ആയത്. ഞങ്ങളെല്ലാവരും ഓൺ ബെഡാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്. നമുക്കെന്തായാലും എന്ത് പനിയാണെങ്കിലും കിടക്കാനോ ഉറങ്ങാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റില്ല. വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. എത്ര ദിവസം എന്ന് ഓർത്താൽ പുറത്തുനിന്ന് കഴിക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ അതേ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നീർദോശയാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. തലേ ദിവസത്തെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് പനിയാണെങ്കിലും പിള്ളേർക്ക് മാത്രമേ കഞ്ഞിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും നല്ല ഫുഡ് തന്നെ വേണം. ഞങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് 2 നേരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ വിൻ്ററും ആണ്, കുട്ടികൾക്ക് വെക്കേഷനാണ്. എപ്പോൾ നോക്കിയാലും വിശപ്പാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ബീഫ് കറി ഓൾറെഡി തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നീർദോശ ആക്കിയത്. ഇതിന് മുമ്പ് ഞാനൊരു തവണ ആക്കിയിട്ട് അട്ടർ ഫ്ലോപ്പ് ആയതാണ്. ഈ തവണ എന്തായാലും സെറ്റായി വന്നിട്ടുണ്ട്. അന്ന് അപ്പമേ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത് ചട്ടിക്ക് നല്ല ചൂട് വേണം. അതേപോലെ നല്ല കോരി ഒഴിക്കാൻ പാകത്തിന് നന്നായിട്ട് വെള്ളവും ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ പച്ചരി ഞാനൊരു 2 കപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം 1 കപ്പോളം തേങ്ങയും കൂട്ടി ഉപ്പും കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. വെള്ളം ഒഴിക്കുന്നതിന് നമ്മൾ യാതൊരു പിശുക്കും കാണിക്കരുത്. നല്ല മോരുവെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം അപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. എന്നാലേ അത് കറക്റ്റ് വീശി നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ചട്ടിക്ക് നല്ല ചൂടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നീർദോശ കിട്ടും കേട്ടോ. അങ്ങനെ എൻ്റെ നീർദോശ സക്സസ് ആയിട്ടുണ്ട്. ഇതിന് ഏറ്റവും ബെസ്റ്റ് ശരിക്കും തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ്. കറി ഉണ്ടെങ്കിൽ കറി കൂട്ടി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ബീഫ് കറി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്കും കഞ്ഞിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം പിള്ളേർക്ക് കഞ്ഞി മതി. അപ്പോൾ രാത്രി എന്തായാലും ഇക്കാക്ക് ചെറിയൊരു സ്പെഷ്യലാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതേ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനും മഷ്റൂമും മാഷ്ഡ് പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണ് കേട്ടോ ആക്കുന്നത്. സംഭവം നല്ല അടിപൊളിയായിരുന്നു. ഞാനൊരു റീൽസിൽ കണ്ടതാണ്. അപ്പോൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാപ്രിക്ക ഉണ്ട്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, പെപ്പർ, അതേപോലെ കുറച്ച് കാശ്മീരി വേണമെങ്കിൽ ആഡ് ചെയ്യാം, കളർ വേണമെങ്കിൽ. പാപ്രിക്ക ആഡ് ചെയ്യുന്നതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. ഈ സംഭവങ്ങളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിലൊക്കെ ഒന്ന് തേച്ച് ആദ്യം തന്നെ സെറ്റാക്കി എടുത്ത് വെക്കാം. പിന്നെ വേണ്ടത് മഷ്റൂമാണ് കേട്ടോ. മഷ്റൂമും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് നോർമലി ഉള്ള പോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ബേസിൽ ലീവ്സും കുക്കിംഗ് ക്രീമൊക്കെ ഇട്ടിട്ടൊരു മഷ്റൂമിൻ്റെ മസാല സെപ്പറേറ്റ് റെഡിയാക്കി എടുക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ ആണ്. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇക്കാക്ക് പനി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെയുള്ള ചുമയാണ് കേട്ടോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത്. അത് ഇന്ന് കുറയും നാളെ കുറയും എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് അവസാനം ചുമ അങ്ങോട്ട് കൂടിപ്പോയി. ഞാനും ഓൺ ബെഡായി പോയി. അവസാനം ആൻറ്റിബയോട്ടിക്കിലൊന്നും നിൽക്കാതെ വന്നപ്പോൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ക്ലിനിക്കിലാണ് കാണിച്ചത്. അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ ഒരുമിച്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവും. ഒന്നെങ്കിൽ ഇക്ക ആദ്യം പോവും, കുട്ടികളെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പോയിട്ട് വന്നിട്ട് ചിലപ്പോൾ ഇക്ക പോവും. അല്ലെങ്കിൽ ചില സമയത്ത് ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. കുഞ്ഞ് വയ്യാത്തതുകൊണ്ട് അവന് 2 ആഴ്ചത്തേക്ക് പുറത്തേക്ക് ഇറക്കുകയും ചെയ്യരുതെന്ന് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാസിമും ഈ സമയത്ത് കണ്ടിന്യൂസ് ചുമയാണ്. ഞങ്ങളൊരു 3 ആൻറ്റിബയോട്ടിക് ട്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവൻ്റെ ചുമയ്ക്കൊരു കുറവ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശാരീരിക സ്ഥിതികൾ. അങ്ങനെ നമ്മുടെ മഷ്റൂമൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്യണം. ഇങ്ങനത്തെ ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ആ ഒരു ടേസ്റ്റും ഫ്ലേവറും തന്നെ മാറിപ്പോവും. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മഷ്റൂം ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മഷ്റൂം പെട്ടെന്ന് തന്നെ വെന്ത് വരും. പിന്നെ അതിലേക്ക് നമ്മുടെ കുക്കിംഗ് ക്രീം, സോൾട്ട്, പെപ്പർ, ബേസിൽ ലീവ്സ് ഇത്ര ആഡ് ചെയ്താൽ മതി കേട്ടോ.
ഒരു കാര്യം വിട്ടുപോയി, ആദ്യം തന്നെ ഗാർലിക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗാർലിക് നല്ല ഫൈൻ ചോപ്പായിട്ട് അരിഞ്ഞതിന് ശേഷം അതൊന്ന് സൺഫ്ലവർ ഓയിൽ വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ മഷ്റൂം ഇട്ടിട്ട് വേവിക്കുന്നത് കേട്ടോ. ഗാർലിക് ഒന്ന് അത്യാവശ്യം സോട്ടായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ബട്ടർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ, തീർന്നിട്ടുണ്ടായിരുന്നു. ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ വേറൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വരിക. അങ്ങനെ ഇതേ മഷ്റൂം നമുക്കൊരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ചിക്കനും ഒരു അരമണിക്കൂറായി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അതും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി മഷ്റൂമിലേക്ക് സോൾട്ടും പെപ്പറും ഇട്ട് കൊടുത്തു, കുക്കിംഗ് ക്രീമും ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു മസാല പോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു മഷ്റൂമും അതേപോലെ പൊട്ടറ്റോയും ചിക്കനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കോണ്ടിനെൻ്റൽ ഡിഷുകളൊക്കെ നമുക്ക് വീട്ടിൽ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത്യാവശ്യം റിച്ചുമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവുകയും ചെയ്യും. നമുക്ക് രാത്രി റൈസും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയ ഡിഷുകളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചെടുത്ത് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പൊട്ടറ്റോ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീമും ഒരു ചെറിയ പീസ് ബട്ടറും കുറച്ച് ഉപ്പും പെപ്പറും ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്താൽ മതിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റനായിട്ട് വരും. വേണമെങ്കിൽ നമുക്ക് അടുപ്പത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മളൊരു പാനിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പാല് പോലെ ആവും കേട്ടോ പൊട്ടറ്റോ. അതേപോലെ നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മാഷ്ഡ് പൊട്ടറ്റോയും റെഡിയായി, മഷ്റൂമും റെഡിയായി, ചിക്കനും റെഡിയായി. ഇനിയൊക്കെ വന്ന് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. പ്ലേറ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എനിക്കിങ്ങനത്തെ ഫുഡുകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്കാക്കും ഇഷ്ടമാണ് ചില സമയത്തൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം, ഒന്ന് റൗണ്ട് ഷേപ്പിൽ. എന്നിട്ട് അതേപോലെ മുകളിൽ ബ്രസ്റ്റ് പീസ് ചിക്കൻ്റെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മുടെ മഷ്റൂമിൻ്റെ മസാല ഉണ്ടല്ലോ അതൊന്ന് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഡിഷ് റെഡിയായി. ഇതിന് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല, ഞാനൊരു റീൽസിൽ കണ്ടതാണ്. എന്തായാലും സംഭവം ഇതേ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഡിന്നറിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. അങ്ങനെ അത് ഇക്കാക്കുള്ളത് കൊടുത്തു. ഇനി എനിക്കുള്ളത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക് കൂടി ആകുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാനൊരു ബർഗറിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഹംദാൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കൊന്നുമില്ല ഈ സ്പെഷ്യലെന്ന്. അങ്ങനെ ഇക്ക കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് അവരും കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്ക് മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരുന്നത് ഹംദാൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ. ആറൂനും ഹാസിമിനും മാക്സിമം ഒന്നുമില്ലാതിരിക്കലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ പനിയും കൂടി ആയതുകൊണ്ട് ഫുഡേ വേണ്ട. ഹാസിമിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോലും വായ ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെയാണ് ചുമ വരുന്നത്. ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെയാണ് ചുമച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ബ്രസ്റ്റ് പീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ അവിടെ തന്നെ വെച്ചു. കാരണം നാളെ എങ്ങാനും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പിശുക്കാണ് കേട്ടോ പുറത്തേക്ക് എടുക്കാനായിട്ട്. കാരണം വേറെ എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഇക്കാക്ക് ഫുഡ് സെർവ് ചെയ്തതിന് ശേഷം ഞാൻ ബർഗറിൻ്റെ പാറ്റീസ് ഓൾറെഡി ഫ്രീസറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബർഗർ ബണ്ണും ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കൊന്ന് മയോച്ചപ്പൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ പാറ്റീസും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് രാത്രി അത് മതിയാവും എന്തായാലും. അങ്ങനെ ഇതേ ബർഗർ ബണ്ണൊക്കെ ഇതേ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്തുള്ള മെയിൻ കലാപരിപാടി എന്ന് പറഞ്ഞാൽ 10 മണിയാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ ഇടും. എന്നിട്ട് ഒരു 1 മണിയൊക്കെ ആവട്ടെ കിടക്കുമ്പോൾ. രാവിലെ ആണെങ്കിലും സ്കൂളോ അല്ലെങ്കിൽ കാക്ക ഓഫീസിൽ പോകാനോ ഒന്നുമില്ല. എല്ലാം ഇപ്പോൾ കുറച്ച് ലേറ്റാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് റുട്ടീൻ തന്നെ ആകെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെയാണ്. സിനിമ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊരു യുദ്ധമാണ് കേട്ടോ. കാരണം ഹംദാൻ ഇഷ്ടമുള്ളതല്ല ഇക്കാക്ക് ഇഷ്ടമുള്ളത്. അവരാണ് സിനിമ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് ഹംദാൻ്റെ ടേസ്റ്റേ ഇഷ്ടപ്പെടാറില്ല. അവൻ ഈ വിജയുടെ പടങ്ങളും അതേപോലെ കുറച്ച് ഫൈറ്റുള്ള മൂവീസും കാര്യങ്ങളൊക്കെയാണ് അവൻ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഹാസിമിന് അത്ര ഒരു ബുദ്ധിമുട്ട് വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. ചെറിയൊരു പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. അവൻ കുറച്ച് ദിവസം നല്ല ചുമയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഹാസിം ഓക്കെ ആണെന്ന്. കാരണം ഹാസിമിന് ഒരു സെക്കൻഡ് പോലും ചുമക്കാതെ കാണാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ആ ഒരു പോർഷനിൽ ഹാസിമിനെ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് ഈ ഒരു സമയത്ത് ജസ്റ്റ് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്തായാലും.
അങ്ങനെ ഹാസിമിനെ പ്ലേ സ്കൂളിൽ വിടലും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. കാര്യം ബാൽക്കണിയിലേക്ക് പോലും ഹാസിമിനെ ഇറക്കരുതെന്നാണ് പറഞ്ഞേക്കണേ. ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ വേറൊരു പണി, താഴെ ഒരു പൂച്ചേനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരോ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഹംദാൻ അതിനെന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവന്നെന്നും പറഞ്ഞ് ഭയങ്കര വാശി. അങ്ങനെ ഫൈനലി അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ആൾക്കൊട്ടും വയ്യ. ആൾക്കും ഭയങ്കര തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂച്ചയുടെ ഒരു തുമ്മലിൽ നിന്ന് നമുക്കും അസുഖം പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിസ്ക് എടുക്കാനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ലാസ്റ്റ് പൂച്ചേനെ നമ്മൾ സജ്ജയിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ദുബായിൽ ഭയങ്കര മഴയുള്ള ദിവസങ്ങളായിരുന്നു. 2 ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു കേട്ടോ. പണ്ടത്തെ പോലെ ചെറിയ രീതിയിലല്ല പെയ്തു പോയത്, ഭയങ്കരമായിട്ട് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മഴയ്ക്ക് ശേഷം പിറ്റേ ദിവസം തുടങ്ങിയാണ് ഭയങ്കര ഒരു തണുപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇത് പിറ്റേ ദിവസം നല്ല മഴയുള്ള ദിവസത്തെ വീഡിയോ ആണ്. അങ്ങനെ പൂച്ചേനെ നമ്മൾ സജ്ജയിലേക്ക് കൊണ്ടുവന്നാക്കി. അതേപോലെ 2 ദിവസം തകർത്ത് മഴയും കഴിഞ്ഞ് ദുബായിൽ ഭയങ്കര തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അതേ പിന്നെയാണ് ഹാസിമിന് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചുമ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. മത്തങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കടുമ്പ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഒരു ദിവസം രസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറിയൊരു ഷോർട്ടായിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്പഴങ്ങ എന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക കൊണ്ടുവന്ന് അന്ന് തുടങ്ങി പറയണേണ് നീ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ അതിനുള്ളൊരു ശാരീരികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് നേരം പാത്രമൊക്കെ കഴുകിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബാക്ക് പെയിനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ കയറിയതാണ്. അപ്പോൾ ഞാൻ അയില പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പഴങ്ങ ഇട്ടിട്ട് അയില തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കറി മാത്രമാണ് കേട്ടോ വെക്കാറ്, അല്ലാതെ ഭയങ്കര ലാവിഷായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുറ്റത്ത് വന്ന് നോക്കുന്നുണ്ട്. കുറേ പേര് മഴയത്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല കളിയൊക്കെ കളിക്കുന്നു. ഹാസിം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മഴ വന്നു മഴ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ബാൽക്കണിയിൽ നിന്ന് മാറിയിട്ടേ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഹാസിമിനെ അങ്ങനെ ബാൽക്കണിയിലേക്ക് ഒരുപാട് ഇറക്കാൻ പാടില്ല. എന്നാലും ആൾക്ക് വേറെ എവിടെയും പോകാൻ പറ്റൂലല്ലോ. കാരണം ബാൽക്കണിയിൽ നിന്നുള്ള ആ ഒരു കാറ്റും ഇതെങ്കിലും ശ്വസിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒരുപാട് അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ മഴ ഇത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ട് ഇത് അമ്പഴങ്ങയൊക്കെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും തക്കാളിയും നമ്മുടെ പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് തിരുമ്മിയെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അമ്പഴങ്ങ ആദ്യം വേവിക്കാൻ വെക്കാം കേട്ടോ. അതൊന്ന് വെന്ത് പകുതിയായി വന്ന് കഴിയുമ്പോൾ ഫിഷും അതേപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതിനൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇക്ക സജ്ജയിൽ പോയി വന്ന സമയത്ത് പച്ചമുളകിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിറയെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അതും ഇക്ക ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2-3 പച്ചമുളകൊക്കെ പറിച്ചിട്ട് അതാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അമ്പഴങ്ങ വെറുതെ ഉപ്പും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കവറിലാക്കി പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അവർ പിള്ളേരെ ആരെങ്കിലും വിടാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ കൊടുത്തേക്കാനായിട്ട്. കാരണം എനിക്കൊട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ അവരാരെങ്കിലും കുഞ്ഞുങ്ങളാരെങ്കിലും വിടാം. അപ്പോൾ കൊടുത്തയച്ചാൽ മതി. അവരെല്ലാവരും ഒരേ ഏരിയയിലാണ് താമസിക്കുന്നത്. ഞാൻ മാത്രം കുറച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടാണ്. അങ്ങനെ അവർക്ക് പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മീൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അതിലെ വലിയ പീസുകൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ മസാല വെച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ വെണ്ടക്കയും തലേദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്ത് വെക്കും കേട്ടോ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെയാണ് അമ്പഴങ്ങ കൊണ്ടുവന്നതൊക്കെ തോർത്തിലൊക്കെ കെട്ടി കവർ ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കവറൊന്നും നോക്കി കണ്ടില്ല. ചെറിയ കവർ വേണമല്ലോ ഇതിന്. അപ്പോൾ ഷവർ ക്യാപ്പ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉപകാരമായി. ഷവർ ക്യാപ്പിൻ്റെ അകത്തേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 കവറിലാക്കി ഇതേ പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിള്ളേർ ആരെങ്കിലും വരുമ്പോൾ കൊടുത്തയക്കണം. അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. ഇതിൽ കഴിക്കാത്ത ആളും ഉണ്ടായിരുന്നു. അവളും കഴിച്ചിട്ട് അവൾക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് അമ്പഴങ്ങയും കൂടി ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇക്ക വന്ന അന്ന് തുടങ്ങി പറയണതാണ് റാബി കറി വെക്കുക അല്ലെങ്കിൽ അത് ചീത്തയായി പോകുന്നത്. കാരണം അവർ കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി പാക്ക് ചെയ്ത് കൊണ്ടുവന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ ശാരീരിക സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഞാനങ്ങനെ മടി പിടിച്ചതാണ്. അപ്പോൾ മീൻകറിയിൽ വെളിച്ചെണ്ണ ഒട്ടും ഒഴിച്ചിട്ടില്ല. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയല്ല അടുപ്പത്തേക്ക് വെച്ചത്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻകറി എന്തായാലും സെറ്റായിട്ടുണ്ട്. പിള്ളേർക്ക് അവധിയായതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ പ്രാന്താണ് കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോയി വന്നപ്പോൾ അതേ എല്ലാവരും കൂടി കപ്പ് ന്യൂഡിൽസും വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. നല്ല ചോറും കറിയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ അതേ കപ്പ് ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പനിയുള്ള ആൾക്ക് പിന്നെ പ്രത്യേകിച്ചും എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അമ്പഴങ്ങ ഇട്ട് കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ, നല്ല ടേസ്റ്റാണ്. കറിക്ക് വേറൊരു ടേസ്റ്റാണ്. അമ്പഴങ്ങ ചമ്മന്തി അരയ്ക്കാനും അടിപൊളിയാണ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിട്ട് അല്ലെങ്കിൽ ചമ്മന്തി അരച്ച് കഴിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാവുന്നുണ്ടായിരുന്നു. പക്ഷേ ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നാണ് നമ്മുടെ ദിലീപിൻ്റെ ബബ്ബബ്ബ മൂവി ഇറങ്ങുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവർക്കും ഇന്ന് തന്നെ പോകണമെന്നും പറഞ്ഞിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും സിനിമയും പ്രമോട്ട് ചെയ്യാൻ പോകുന്നില്ല, കാണാനും പോകുന്നില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ പുറത്ത് ആരും എന്നോട് വരണുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ഞാനൊട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഒരു 8 മണിക്കായിരുന്നു ഷോ. ആസിമ ഈ സമയത്ത് നല്ല ഉറക്കമാണ്. ഞാനും ആസിമിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങി. 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടുണ്ട്. എണീറ്റ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇടിയും മിന്നലോടും കൂടിയിട്ടുള്ള ഒരു വലിയ മഴയുണ്ടല്ലോ, ആ ഒരു മഴയായിരുന്നു. ഇടിയും മിന്നലും കാറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ ബാൽക്കണിയിൽ വന്നിരുന്നു. 2-3 കോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി തണുപ്പാണ്. അതിൻ്റെ കൂടെ പനിയുടെ ബുദ്ധിമുട്ടും കൂടി ഉള്ളതുകൊണ്ട് ഡബിൾ തണുപ്പാണ്. അതിൻ്റെ ഇടയിൽ മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ ഇഞ്ചക്ഷനാണ് കേട്ടോ. ഒരു സമയത്ത് ഇതേ പുറത്ത് നല്ല കാറ്റുണ്ട്. അങ്ങനെ ഇക്കാനെ ഞാൻ വിളിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അവരിതേ തിരിച്ച് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് സമാധാനമായത്. കാരണം ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്തായാലും ദേ ബബ്ബബ്ബ സിനിമ കഴിഞ്ഞ് പേര് പോലെ തന്നെ ബബ്ബബ്ബ അടിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹംദാൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് അടിപൊളി പടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നല്ലതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ്. ഇക്ക പറഞ്ഞു അട്ടർ ഫ്ലോപ്പായിരുന്നു. ഞാനൊരു ഇൻ്റർവെല്ല് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നിരുന്ന് പിള്ളേർ കഴിയണ വരെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അത്ര പോലും കാണാൻ വേണ്ടിയിട്ട് പറ്റണ്ടായിരുന്നില്ല. ഭയങ്കര മോശം റിവ്യൂ ആണ് കേട്ടോ ഇവർ പറഞ്ഞത്. അപ്പോൾ അന്ന് തന്നെയാണ് ഹാറൂന് പനിയൊക്കെ ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ദിവസം. അവന് സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. 2 ജാക്കറ്റൊക്കെ ഇട്ട്, കാരണം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഓൾറെഡി അവന് തണുപ്പാണ്. അപ്പോൾ ഈ പനിയും കൂടി ഉള്ളതുകൊണ്ട് 2 ജാക്കറ്റൊക്കെ ഇട്ടാണ് മൂപ്പരും പോയത്. അപ്പോൾ എല്ലാവരുടെയും റിവ്യൂ ഒക്കെ കേട്ട് സമാധാനമായി. എന്തായാലും സിനിമ അത്രയും പോരാതുള്ളൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു മഴയുള്ള ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.